ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയായ കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. അത്യാവശ്യം കാഴ്ചകളുള്ള ഒരു റൂട്ട് തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത്, ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് വിശേഷങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഈ ഒരു യാത്ര പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 3 മണിയോടെയാണ് ഞാൻ നമ്മുടെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തിയത്. ആൾക്കാരെ കൊണ്ട് പോകാനായിട്ട് ഇതേ ഒരു വാട്ടർ മെട്രോ ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉള്ളൊരു റൂട്ട് തന്നെയാണ് ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാട്ടർ മെട്രോ റൂട്ട്. അവധി ദിവസമാണ് നിങ്ങൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇതുപോലൊരു തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോകാൻ. ആൾക്കാർക്ക് ഇതേ കണ്ടോ, വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അവരുടെ കൂടെ നിന്നത് ഒരു 3/4 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു ടിക്കറ്റ് കിട്ടാനായിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ സമയം പോണതറിയില്ല. കാരണം ആ ഒരു വാട്ടർ മെട്രോയിലേക്ക് എത്തുമ്പോൾ തന്നെ ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ ഇത് എൻട്രൻസ് എത്താറായി. വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തു. ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെ പോകാനായിട്ട് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ വാട്ടർ മെട്രോയുടെ സമയം എഴുതിയ ടിവിയും പിന്നെ യാത്രക്കാർക്ക് വേണ്ട കുറച്ച് വിവരങ്ങളും എഴുതിയിരിക്കുന്നൊരു ബോർഡുമുണ്ട്. അതെല്ലാം വായിച്ചിട്ട് ഞാൻ പിന്നെയും നേരത്തെ അടുത്ത ക്യൂവിലേക്ക് നിൽക്കുകയാണ്. ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് കൂടിയാണ്. വാട്ടർ മെട്രോയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 പേരാണ്. അപ്പോൾ ഈ 100 പേരെ കറക്റ്റ് എണ്ണം എടുത്തിട്ടായിരിക്കും അവർ ഓരോ വാട്ടർ മെട്രോയിലേക്കും ആളുകളെ കയറ്റി വിടുന്നത്. അങ്ങനെ കുറേ ക്യൂ നിന്നതിന് ശേഷം പിന്നെ അകത്ത് കയറിയിട്ട് ഒരു ഇരിപ്പായി. കാരണം വേറൊന്നുമല്ല, ഒരു ബോട്ടിലേക്കുള്ള 100 പേരെ കയറ്റി കഴിഞ്ഞുള്ളൂ. ഇനി അതിന് ശേഷമാണ് നമ്മുടെ ടേൺ ആവുള്ളൂ. അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ പോവാണ്. ഇന്ന് അവധി ദിവസവും കൂടി ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്താണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എത്തിയത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള വാട്ടർ മെട്രോ അവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ മെട്രോയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 പേരാണ്. ഈ ഒരു വാട്ടർ മെട്രോ കാണാൻ തന്നെ അടിപൊളിയാട്ടോ. മാത്രമല്ല നല്ല നീറ്റായിട്ടാണ് ഇവർ ഇത് കൊണ്ടു കിടക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ എറണാകുളം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന പ്ലാനിംഗ് ആയിട്ട് വരുന്നവർക്ക് എന്തായാലും ഈ ഒരു വാട്ടർ മെട്രോ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ. മറൈൻ ഡ്രൈവിനടുത്തുള്ള ഫ്ലാറ്റുകളാണ് ഈ കാണുന്നത്. കുറഞ്ഞ ചിലവിൽ ഒരു കായൽ യാത്ര ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർ മെട്രോയിൽ കയറുക. കാരണം ആ ഒരു മെട്രോയിൽ പോകുമ്പോഴേക്കും നമുക്ക് അതുപോലത്തെ കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാട്ടർ മെട്രോ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലാണ്. നമ്മൾ ഈ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് ചെറു ബോട്ടുകളും ഇതുവഴി സർവീസ് നടത്തുന്നതായി കാണാം. അങ്ങനെ സർവീസ് നടത്തുന്ന 2 ബോട്ടുകളുടെ മത്സരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താല്ലേ, ഇപ്പോൾ കാണുന്നത് വേറൊരു ടൂറിസ്റ്റ് ബോട്ടാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ഒരു കായലിൽ ഇഷ്ടംപോലെ ആളുകളാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് സർവീസ് നടത്തുന്ന വേറൊരു വാട്ടർ മെട്രോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ടൂറിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചി ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് പ്രൈവറ്റ് ബസ്സിലായിരിക്കും വരുന്നത്. കാരണം കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊന്ന് കയറാതെ തിരിച്ചു പോവുക, അതും വേറെ എക്സ്പീരിയൻസ് ആണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ജങ്കാറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം 20 മിനിറ്റാണ് നമ്മൾ ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താനെടുത്ത സമയം. അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിയപ്പോഴേക്കും എന്ത് കണ്ടോ, ആൾക്കാരൊക്കെ മെട്രോയുടെ അകത്തിരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ടേ ഒരു ക്യൂവിൻ്റെ പുറകെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയും ക്യൂ. അവധി ദിവസം വന്നു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ പുറത്തിറങ്ങി ഇനി നേരെ പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാനാണ് നേരെ പോകുന്നത്. ന്യൂ ഇയറും ക്രിസ്മസും പ്രമാണിച്ച് ഒരുപാട് ആളുകളാണ് ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുന്നത്.
ഫോർട്ട് കൊച്ചിയിലെ കച്ചവടക്കാരുടെ കാര്യം പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും ഇനി കുറച്ച് കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഗൈസ് ദേ നമ്മൾ വാട്ടർ മെട്രോയിലൊക്കെ കയറിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഫോർട്ട് കൊച്ചി എന്തോരം ഒരുങ്ങി എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ മെട്രോയിൽ കയറിയിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയത്. അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചി ഏറെക്കുറെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയൊക്കെ നമ്മൾ കറങ്ങി കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബസ്സിന് തിരിച്ച് ഹൈക്കോർട്ടിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കൊച്ചിയിലെ സിറ്റി സർവീസ് ബസ്സിൽ കയറാതെ പോകുന്നത്. അപ്പോൾ നേരെ നടന്ന് നമുക്ക് സ്റ്റാൻഡിലെത്തിയിട്ട് ബസ് പിടിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.